ഹായ് ഗായ്സ്, ഡേ 7 ഇൻ ജോർജിയ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കസ്ബേഗിയിലാണ്. കസ്ബേഗിൽ രാവിലെയൊക്കെ ഭയങ്കര തണുപ്പാണ്. -1 ഡിഗ്രി ആയിരുന്നു വെളുപ്പിനെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ജോർജിയയിലെ തന്നെ ഒരു ഐക്കോണിക് ചേർച്ചിലാണ്, ജോർജിറ്റി ട്രിനിറ്റി ചർച്ചിൽ. അതായത് ഈ മലയുടെ മുകളിലാണ് ഈ ചേർച്ചുള്ളത്. ഇന്ന് വേറെ 2 സ്പോട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നത് കസ്ബേഗിയിലാണ്. നമ്മുടെ വാനിൽ പിക്ക് ചെയ്യാൻ നമ്മുടെ ഗൈഡ് വന്നു. എന്നിട്ട് നമ്മൾ സ്പോട്ടിൽ കൊണ്ടിറക്കും. നല്ല മഞ്ഞാണ്. പിന്നെ ഈ ചില വീടുകളിലൊക്കെ ഒരു ഗ്രാമപ്രദേശമാണ്. വീടുകളിലൊക്കെ വന്നിട്ട് ആപ്പിളുണ്ട്, ചെറിയ ആപ്പിള്, പലതരത്തിലുള്ള വെറൈറ്റി ആപ്പിൾസൊക്കെ ഉണ്ട്. ഈ മലയുടെ മുകളിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകാനാണെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ ഒരു വാനിലാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 200 ലാറിയാണ് ഒരു വാനിന് അവർ ഈടാക്കുന്നത്. അങ്ങനെ നമ്മൾ വാനിലൊക്കെ കയറാൻ പോവാണ്. വാനിൽ കയറി നമ്മൾ മലമുകളിൽ കയറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് ജോർജിറ്റി ട്രിനിറ്റി ചർച്ച്. വേൾഡിലേക്ക് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചേർച്ചാണ് ഈ ജോർജിറ്റി ട്രിനിറ്റി ചർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇത് നിൽക്കുന്നത് ഇപ്പം 7100 ഫീറ്റിന് മുകളിലാണ് നിൽക്കുന്നത്. അതായത് കസ്ബേഗി മലകളുടെ മുകളിൽ. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ ഈ മലയുടെ മുകളിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറി. അങ്ങനെ കുറച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. ഇത് ഏകദേശം ഒരു 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു പള്ളിയാണിത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അടുത്ത പള്ളിയായ ദാരിയാല മോൺസ്ട്രിയാണ്. ഈ പള്ളി വന്നിട്ട് ജോർജിയയുടെയും റഷ്യയുടെയും ബോർഡറിൻ്റെ ഇടയിലുള്ള ഒരു പള്ളിയാണ്. ഇത് നല്ല മനോഹാരിതയുള്ള ഒരു പള്ളിയാണ്.
ഇതിനുള്ളിൽ നമുക്കിങ്ങനെ ഫോട്ടോസും മറ്റേ കൊന്തമാലയൊക്കെ മേടിക്കാം, നല്ല ഓയിലും ഒക്കെ മേടിക്കാം. പിന്നെ ഈ ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ മുന്തിരിയാണ്, ഒറിജിനൽ മുന്തിരി കായ്ച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ മലയുടെ അപ്പുറമാണ് റഷ്യ ബോർഡർ. ഇനി നമ്മൾ പോകുന്നത് വൈൻ സെല്ലാറിലാണ്. ഇവിടാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പ്രീസ്റ്റ് തന്നെയാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത് തന്നെ. വൈൻ, പിന്നെ സോപ്പ്, അങ്ങനെ ക്യാൻഡിൽസ്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഈ വൈനൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ഭണ്ഡാരം കണ്ടു. ഇതൊക്കെ ഓരോ അറകളിലാണ് വൈൻ സൂക്ഷിക്കുന്നത്. ഇത് സോപ്പ്, പല പല ജാസ്മിൻ സോപ്പ്, ലാവൻഡർ സോപ്പ്, ഒറിജിനൽ തേന്, പിന്നെ കുറച്ച് തേയിലപ്പൊടി, ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ വൈൻ ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുവാണ്. அவங்களா செஞ்ச வைனும் அவங்க செய்கிற வைனும், ஸோ அவங்களோட ஓன் பேக்கிங் இருக்குது. நீங்கள் வாங்குறதுனால நீங்கள் வைன் வாங்கிக்கலாம். ഈ വൈനാണെങ്കിൽ നമുക്ക് ഒഴിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ പ്രീസ്റ്റാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള വൈൻ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കാണെങ്കിൽ 2 വൈനാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. നമ്മളെടുത്തിട്ട് സെലക്ട് ചെയ്തത് ഏകദേശം 80 വർഷം പഴക്കമുള്ള ഒരു വൈനാണ്. റെഡ് വൈനാണ് എടുത്തത്. വൈറ്റ് വൈനുണ്ട്, പല 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 വൈനുണ്ട്. ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡാറിയാല വൈനാണ്. അങ്ങനെ ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നൊരു വെജ് പുലാവും എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി. നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കി. പുറത്തെ ഫുഡ് കുറച്ച് മോശമായതുകൊണ്ട് വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കി കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.